ഈ ഒരാൾ മാത്രം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അത്ര സക്സസ്ഫുൾ ആകാൻ സാധ്യതയില്ലല്ലേ? ഒരു പരിധി വരെ വിജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു പേഴ്സണൽ ഡ്രിവൺ ആയിട്ട് അല്ലെ സെൽഫ് ഡ്രിവൺ ആയിട്ടൊരു കമ്പനി കുറേ കാലം കൊണ്ടുനടക്കും. പക്ഷെ അതിനൊരു വളരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരെ ചേർത്ത് പിടിക്കണം. ഇതിന് മുതലാളി തൊഴിലാളി ബന്ധങ്ങളില്ല. കാരണം എല്ലാവരും മുതലാളിമാരാണ് എന്ന് കണക്കാക്കിയിട്ട് ഒരു സ്ഥാപനം കൊണ്ടുനടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്നൊരു സ്ഥാപനം വിജയിക്കുകയുള്ളൂ. ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകാരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഈ കോവിഡ് അല്ലാതെ നേരിട്ടിട്ടുണ്ടോ? കോവിഡ് കാലത്താണ് ഞങ്ങൾ ശരിക്കും ഇത് അറിഞ്ഞത്. അല്ലാത്ത സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എപ്പോഴും ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യും. ചില ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് ചില വർഷമൊക്കെ തീരെ താഴേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി നമ്മൾ ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മൾ അതിനുള്ള പണം നേരത്തെ കണ്ടെത്തി വെക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലിയ സ്ട്രഗിൾ ഇതുവരെ നേരിട്ടിട്ടില്ല. ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു പരാജയം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് സാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റൻ്റ് ആയിട്ട് ലാഭം പ്രതീക്ഷിക്കുന്നവർക്കാണ് ഇത് പരാജയപ്പെടുന്നത്. അതിപ്പോൾ ഈ സ്റ്റഡി അബ്രോഡിലാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അഭിപ്രായം ചോദിച്ചു വരാം. ഞാൻ പറയും നിങ്ങൾ തുടങ്ങിക്കോ, തുടങ്ങുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഒരു 4-5 വർഷം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. കാരണം പൈസ മുടക്കിക്കൊണ്ടേയിരിക്കും. ഏത് ബിസിനസ് ആയാലും നമ്മൾ സ്റ്റേബിളായി ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ഒരു മിനിമം 3 to 5 years വരും. അത് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു ഇൻസ്റ്റൻറ്റ് മണി കിട്ടുന്ന ഒരു ബിസിനസ്സായിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സിനെ കാണാൻ പാടില്ല. അത് ലോങ് ടൈം അതിന് ഒരു വിഷൻ വേണം. ഒരു 5 വർഷമെങ്കിലും ഇതിനെ കാത്തിരിക്കാനുള്ള ക്ഷമ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് വിജയിക്കാൻ പറ്റുള്ളൂ.